ഭഗവത്ഗീതയിലെ 2-ാം അധ്യായത്തിലെ 29-ാമത്തെ ശ്ലോകമാണ് പറയുന്നത്. ശ്രീകൃഷ്ണൻ അർജുനനോട് പറയുകയാണ്, നമ്മുടെ ഇത് ആത്മാവിനെക്കുറിച്ച് ഉള്ള ചർച്ചയിലാണ് കേട്ടോ ഇത് പറയുന്നത്. ആശ്ചര്യവത് പശ്യതി കശ്ചിദേനം ആശ്ചര്യവത് വദതി തഥൈവ ചാന്യ ആശ്ചര്യവച്ചൈന്യമനുശൃണോതി ശ്രുത്വാപ്യേനം വേദന ചൈവ കശ്ചിത്. ആശ്ചര്യവത് പശ്യതി കശ്ചിദേനം. ചിലരൊക്കെ ഉണ്ടല്ലോ, എന്താ ഈ ഇങ്ങനെ ആരെങ്കിലുമൊക്കെ പറഞ്ഞു കേട്ടോ, ഇതെന്താ ഈ ആത്മാവ് എന്നതിനെക്കുറിച്ച് ഇങ്ങനെ അത് എന്തോ അത്ഭുതം കാണുന്ന പോലെയാണ് അവർക്ക് ഈ ആത്മാവ് എന്ന് പറയുന്നത് എന്താണെന്ന്. പിന്നെ വേറെ ചിലരെങ്ങനെയാണ് ആശ്ചര്യവത് വദതി, മഹാത്ഭുതം അല്ലേ, എന്താണ് ഈ ആത്മാവിനെക്കുറിച്ച് പറയുമ്പോൾ ഭയങ്കര അത്ഭുതമായിട്ട് അതിശയകരമായിട്ടാണ് അവർ പറയുന്നത്. മറ്റവരോ പിന്നെ ചിലർ ഇതിങ്ങനെ ആരെങ്കിലും പറയുന്നത് കേൾക്കുമ്പോൾ അവരും ഇങ്ങനെ എന്തോ ഒന്നും മനസ്സിലാവാത്ത പോലെ വലിയ എന്തോ ഒരു മഹാത്ഭുതം നടക്കുകയാണെന്നും പറഞ്ഞുകൊണ്ട് ഇരിക്കുന്നു. ശ്രുത്വാപ്യേനം വേദന ചൈവ കശ്ചിത്. ഇനി ചിലരാവട്ടെ ഇത് കേട്ടിട്ടേ ഇല്ല, എന്തു പറഞ്ഞു കഴിഞ്ഞാലും ഇതെന്താണെന്ന് ഭഗവാൻ ഭഗവത്ഗീതയിൽ പ്രത്യേകം പറയുന്നുണ്ടല്ലോ അല്ലേ, അഹമാത്മാ ഗുഡാകേശ സർവഭൂതാശയസ്ഥിത. ഞാനെന്താണ് എല്ലാവരുടെയും ഉള്ളിൽ ഗുഡാകേശ സർവഭൂതാശയസ്ഥിത അഹം ആദിശ്ച മധ്യഞ്ച ഭൂതാനാം അന്തമേവച. എന്താണ് ഭഗവാൻ തന്നെ പറയുന്നുണ്ട്, ഞാൻ ആത്മാവായിട്ട് സകല ചരാചരങ്ങളിലും സ്ഥിതി ചെയ്യുന്നു, ഞാൻ എല്ലാത്തിൻ്റെ ആദിയും അന്തവുമാണെന്നുള്ളത്. അപ്പം പിന്നെ നമുക്ക് സംശയം വേണോ എന്താണ് ആത്മാവെന്നുള്ളത്? നമ്മുടെയൊക്കെ ഉള്ളിൽ ഭഗവാനാണ് ആത്മാവായിട്ട് സ്ഥിതി ചെയ്യുന്ന. ആ ഭഗവാൻ ഉള്ളത് കൊണ്ടല്ലേ നമുക്ക് ജീവിച്ചിരിക്കാൻ പറ്റുന്നത് ഇല്ലേ? ആ ഒരു ശക്തി വിശേഷം ഇല്ലെങ്കിൽ നമുക്കറിയാം നമ്മളെന്താകും, ശിവമായിരുന്ന് ശവമായിട്ട് മാറും. ആ ശക്തി ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ അതാണ് ആത്മാവ്.